ഇടുക്കി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണ ചൂട് വർദ്ധിക്കുകയാണ്. പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം മണ്ഡലത്തിലെത്തി പ്രചരണ രംഗം ആവേശത്തോടെ പ്രചരണത്തിന് ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന നേട്ടം എന്നേക്കാൾ ആവേശം എൻ്റെ പ്രവർത്തകർക്കും ഈ നാട്ടുകാർക്കുമാണ്. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിൽ കാണുന്നൊരു പ്രത്യേകത, ഞാൻ മുൻകാലങ്ങളിൽ മത്സരിച്ച ഘട്ടത്തിലുണ്ടായതിനേക്കാൾ വ്യത്യസ്തമായ കാഴ്ചകൾ, കക്ഷി രാഷ്ട്രീയത്തെക്കാൾ ഇടുക്കിയോട് സ്നേഹം പുലർത്തുന്നവർ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ്. അവരുടെ കൂട്ടായ്മയും സന്തോഷവും അവരുടെ മുഖത്ത് കാണുന്ന ആഹ്ലാദവും ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് മുൻകാലങ്ങളിൽ വരുമ്പോൾ ഗതാഗത യോഗ്യമായ റോഡുകൾ തന്നെ അപര്യാപ്തമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്ത ഇടങ്ങളിൽ കൂടെ പോന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, ടാറിട്ട റോഡിൽ നിന്ന് വണ്ടി പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ഇത് ഇടുക്കിയാണ്. ഹൈറേഞ്ചിൻ്റെ മലമുടക്കുകളിലൂടെ നിർമ്മാണ മേഖലയിൽ നല്ല നിലവാരമുള്ള റോഡുകളും അതോടൊപ്പം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള റോഡുകളും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. കോവിഡിൻ്റെ ഘട്ടത്തിലും പ്രളയ കാലഘട്ടത്തിലും തകർന്നിടിഞ്ഞ റോഡുകളും അതോടൊപ്പം പൂർണ്ണമായും നശിച്ച വീടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്ത് ജനങ്ങൾ കൂട്ടത്തോടെ ക്യാമ്പുകളിൽ അധിവസിച്ചിരുന്നൊരു കാലഘട്ടം, അത് പ്രളയ കാലഘട്ടത്തിൻ്റെയും കോവിഡിൻ്റെ ഘട്ടത്തിൽ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൽ ഏറെ വിഷമിച്ച ജനതകളുമൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ആ ഘട്ടത്തിലൊക്കെ അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിഞ്ഞു. ഈ നാടിനെ സ്നേഹിക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മാഭിമാനം അവർ തിരിച്ചെനിക്ക് നൽകി. ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൻ്റെ ഉള്ളംകൈയിൽ അവർ പരീക്ഷിച്ചു. ഞാൻ അവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്തു. ആ ഹൃദയമിടിപ്പുകൾ എനിക്കും അവർക്ക് ഒരുമിച്ച് കേൾക്കാൻ കഴിയുന്ന വലിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ഉയർന്ന വ്യക്തിബന്ധത്തിൻ്റെ ഉദാത്തമായ മാതൃകയായി ഇടുക്കി മാറി. ആ ആത്മബലം ഈ തെരഞ്ഞെടുപ്പിന് എനിക്ക് നൽകുന്ന മാതൃക ആത്മാവേശത്തിൻ്റെയാണ്. ഈ ശാരീരികമായ ഇന്നത്തെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വലിയ ത്യാഗം സഹിച്ച് ചൂട് താങ്ങിക്കൊണ്ടാണ് ഈ പ്രവർത്തകരും നേതാക്കന്മാരും അണികളും എല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. നമ്മുടെ അന്തരീക്ഷ ചൂട് വർദ്ധിക്കുമ്പോഴും കൊടുമ്പിരിയിൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ആത്മാവേശത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തീവ്രമായ വിജയം, ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇടുക്കിയിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള വികസനം കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് മുഴുവൻ ഓട്ടായി പ്രതിഫലിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം സ്ഥാനാർത്ഥി എന്ന നിലയിലുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ടുമുണ്ട്. ഞാൻ അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും ഇടുക്കിയാണ് കണ്ടത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പ്രതിസന്ധികളിൽ എന്നെ മുൻനിർത്തി എന്നെ വിജയിപ്പിച്ചത് ഈ നാടിൻ്റെ വികസന കുതിപ്പിൽ എനിക്ക് പങ്കാളിയാകാൻ അവസരം ലഭിച്ചതുകൊണ്ടാണ്. അതാണ് മുമ്പേ സൂചിപ്പിച്ചത്. ഇനി മാറ്റങ്ങൾ ഉണ്ടാവണം. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജ്, ഇതൊക്കെ ഈ മേഖലയ്ക്ക് നേടിയെടുത്ത് കൊടുത്തല്ലോ. പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ലേ ചെയ്തത്, ഭൂപ്രശ്നങ്ങൾ തീർക്കുകയല്ലേ ചെയ്തത്. ഇതിനൊക്കെ മറ്റ് പ്രചാരണ പരിപാടികൾക്ക് എന്ത് ചെയ്യാനാ? ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ മാത്രം പ്രശ്നമല്ലല്ലോ പരിഹരിക്കുന്നത്, എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കും. പട്ടയം കൊടുക്കുമ്പോൾ ഒരു മുന്നണിയുടെ പാർട്ടിക്ക് മാത്രമല്ല, എല്ലാവർക്കും പട്ടയം. ഇപ്പം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സർവ്വതല സ്പർശിയായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ മുഖം ദൃശ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ പരിഗണന ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നാളിതുവരെ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയത്തിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ഇടുക്കി വിജയിക്കും. 6ാം തവണയും ഇടുക്കി റോഷി ഇടനെഞ്ചോട് ചേർത്ത് വെക്കും. അപ്പം തീർച്ചയായിട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത ബന്ധത്തിന്റെ ഒരു വലിയ ആത്മവിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. പ്രളയ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയുമെന്ന് വിചാരിക്കാത്തവർ പോലും ഇനി തിരിച്ചെത്താൻ സാധിക്കുമോ എന്ന് പോലും വിചാരിച്ച ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ ജലാശയം 2403 അടുക്കുമ്പോൾ ഇനി എന്ത്? ചാനലുകളായ മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടുന്ന് മാറിപ്പോകേണ്ട സ്ഥിതി ഉണ്ടായി. കാര്യം ഇവിടുന്നൊന്നും പുറം ലോകത്തെ അറിയിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. തകർന്നടിഞ്ഞ റോഡുകളായിരുന്നു. 45ഓളം ആൾക്കാർ മരണമടഞ്ഞത് എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു. അവരെ മെഡിക്കൽ കോളേജിലേക്ക് ഡെഡ് ബോഡി എത്തിക്കാൻ മാർഗമില്ലാഞ്ഞിട്ട് തലച്ചുമടായി കൊണ്ടുപോകുന്ന രംഗങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. എല്ലാം നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ഷാളിട്ട സ്റ്റോണേജിൻ്റെ തിണ്ണയിൽ ഇരുന്ന രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അവിടുന്നെല്ലാം ദൈവം കൃപയോടുകൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ് ഈ 2ാം ജന്മം. ഇടുക്കിയിലെ വിവിധങ്ങളായ പഞ്ചായത്തുകൾ, അവിടുന്നാണ് ഇതിനെല്ലാം പൂർത്തീകരിക്കുവാനും നിർമ്മാണ വേലകൾ പൂർത്തീകരിക്കുവാനും ഞങ്ങൾക്ക് സാധ്യമാക്കാനായിട്ട് അവസരം നൽകിയത്. ആ ഘട്ടത്തെ പ്രത്യേകമായി കണ്ട് വികസന പാതയിലേക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞതിൻ്റെ മാറ്റം പതിറ്റാണ്ടുകൾ കൊണ്ടല്ല, 4-5 വർഷക്കാലം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുത്ത് നിലവാരമുള്ള റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ആശുപത്രികളും അതോടൊപ്പം നഷ്ടപ്പെട്ട ഭൂമിയും അതോടൊപ്പം വീടുകളും എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തിൽ കൂടുതൽ ഈ ജനത്തിന് അവരുടെ നെഞ്ചോട് ചേർക്കാൻ മറ്റെന്ത് വേണം? ഇത്തരത്തിൽ 6ാം തവണയും ഇടുക്കി ഇടനെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനുള്ളത്. ക്യാമറാമാൻ ദിലീപ് ഗോവിക്കൊപ്പം അഖിൽ TS, കൈരളി ന്യൂസ്.